ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നിത്യം കഴിക്കുന്ന പച്ചക്കറികൾ കളർ അടിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഫ്രഷ് ആണ് അല്ലെങ്കിൽ ഹെൽത്തി ആണെന്ന് വിചാരിക്കുന്ന പച്ചക്കറികളിൽ കളർ അടിച്ച് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ മാർക്കറ്റിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിന്ന് ആരോഗ്യപരമായി എങ്ങനെ രക്ഷപ്പെടാമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും. നമ്മൾ ഫ്രഷ് ആണെന്ന് വിചാരിക്കുന്ന വെജിറ്റബിൾസ്, നല്ല ഷൈനിങ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾ ശരിക്കും ഫ്രഷ് അല്ല എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത്. നമ്മൾ ശരിക്കും കഴിക്കുന്നത് പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള കെമിക്കലുകളാണ്. ഇത് നമ്മളെ ശരീരത്തിന് വളരെയധികം ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള പച്ചക്കറികൾ നിത്യമായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടാക്കും, നമ്മളെ ഗട്ട് ഹെൽത്ത് നശിക്കും, നമ്മളെ ലിവർ ഫങ്ഷൻ അത് ബാധിക്കും. പോകെ നമുക്ക് ടോക്സിറ്റി ഉണ്ടാകും. നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അധികം ആൾക്കാർക്കും ക്യാൻസറും മറ്റ് രോഗങ്ങളും വരുന്നുണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ട് അവർ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിട്ടും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ അമിത ലാഭത്തിന് വേണ്ടി ഇത്തരം ആൾക്കാർ നമുക്ക് ഇത്തരത്തിലുള്ള പച്ചക്കറികളും നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ആഹാരങ്ങളിലൊക്കെ ഇത്തരം കെമിക്കലുകൾ ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള നിത്യരോഗങ്ങൾ വരുന്നത്. ഇനി പച്ചക്കറികൾ വാങ്ങിക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന പച്ചക്കറികൾ നല്ല രീതിയിൽ വെള്ളത്തിൽ മുക്കി വെച്ച് വൃത്തിയിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ ബേക്കിംഗ് സോഡയിലോ കുറച്ചധികം സമയം ഇട്ട് വെച്ച് നല്ലവണ്ണം കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നല്ല പച്ചക്കറികൾ വിൽക്കുന്ന കടക്കാരുടെ നിന്ന് മാത്രം പച്ചക്കറികൾ വാങ്ങിക്കുക. നമുക്ക് വിശ്വാസമുള്ള കടകളിൽ നിന്ന് മാത്രം പച്ചക്കറികൾ വാങ്ങിക്കുക. എല്ലാ സ്ഥലത്തു നിന്നും പച്ചക്കറി വാങ്ങിക്കുന്ന പരിപാടി ഒഴിവാക്കുക. ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ കൃഷി നടത്തി നമ്മൾ തന്നെ ഉപയോഗിക്കുക. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ആരോഗ്യം നമുക്ക് നൽകും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ നാട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആയിട്ടും പച്ചക്കറി വിൽക്കുന്ന കടകൾ ഏതൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി പുതുതായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക.